സംസ്ഥാന സഹകരണ വകുപ്പ് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് രാജ്യത്തെ ചുരുക്കാൻ ചിലർ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയായി കോട്ടയത്തെ അക്ഷരം മ്യൂസിയം മാറുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മലയാളമടക്കമുള്ള ഭാഷകളെ ഇല്ലാതാക്കി രാജ്യത്തെ ഭാഷാ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി മ്യൂസിയം എന്ന ആശയം നൂതനമാണ്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ നിലനിർത്തണമെന്ന സന്ദേശമാണ് ഈ മ്യൂസിയത്തിലൂടെ ലോകത്തിന് പകർന്നു നൽകുന്നത്. 15,000 ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന മ്യൂസിയം പൂർണ്ണമാകുന്നതോടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവും എല്ലാം അടയാളപ്പെടുത്തും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഷകളുടെ ചരിത്രവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന വിജ്ഞാന കേന്ദ്രമായി മ്യൂസിയം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും നമ്മുടെ ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവുമെല്ലാം ഇതിൽ അടയാളപ്പെടുത്തപ്പെടും. അതിനു പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഷകളുടെ ചരിത്രവും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാശയമാണ് അക്ഷരം മ്യൂസിയത്തിൻ്റെ സ്ഥാപനത്തിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. അതിലൂടെ നാം ലോകത്തിന് തന്നെ ഒരു സന്ദേശം പകർന്നു നൽകുകയാണ്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ നിലനിർത്തണം എന്ന സന്ദേശമാണ്. ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായും 4 ഗ്യാലറികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഗ്യാലറിയിൽ ഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. രണ്ടാം ഗ്യാലറിയിൽ ഇന്ത്യൻ ലിപികളുടെ പരിണാമ ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം ഗ്യാലറി ആധുനികതയുടെ കടന്നുവരവിന് ശേഷമുള്ള അച്ചടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നാലാം ഗ്യാലറി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നതാണ്. ചടങ്ങിൽ അക്ഷര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനം ബ്രോഷർ പ്രകാശിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിർവഹിച്ചു. സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ 5ാമത് അക്ഷര പുരസ്കാരം എം മുകുന്ദന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. കോട്ടയം മറിയപ്പള്ളി ഇന്ത്യ പ്രസ് പുരയിടത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ ആമുഖ പ്രഭാഷണം നടത്തി. സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, പ്രമുഖ സാഹിത്യകാരന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 12:30 മറിയപ്പള്ളിയിലെ അക്ഷരം മ്യൂസിയത്തിലെത്തിയ മുഖ്യമന്ത്രി 20 മിനിറ്റിലേറെ മ്യൂസിയത്തിലും ചെലവിട്ട ശേഷമാണ് മടങ്ങിയത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ആലപ്പുഴയിൽ കർഷക തൊഴിലാളി സംയുക്ത പ്രക്ഷോഭം. സംയുക്ത കിസാൻ മോർച്ച ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. BSNL ഓഫീസിന് മുന്നിലെത്തിച്ചേരുമ്പോൾ ആരംഭിക്കപ്പെടുന്ന ധർണാ സമരം INDUCയുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട നേതാവ് ശ്രീ G ബൈജു ഉദ്ഘാടനം ചെയ്യുകയാണ്. CITU പ്രസ്ഥാനത്തിന്റെ സമന്വിതരായ നേതാക്കൾ അഡ്വക്കേറ്റ് CS XMP സദാവ് ശ്രീ ചന്ദ്രബാബു. EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെയും കർഷക തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. INDUC ജില്ലാ പ്രസിഡന്റ് G ബൈജു സമരം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ BSNL ഓഫീസ് പടിക്കൽ നടത്തിയ ധർണയിൽ സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ജില്ലാ സെക്രട്ടറി R അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. KSKTU ജില്ലാ സെക്രട്ടറി M സത്യപാലൻ, CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ, AITUC ജില്ലാ പ്രസിഡന്റ് V മോഹൻദാസ്, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ്, സെക്രട്ടറി R സുഖലാൽ, KSKTU ദേശീയ സമിതി അംഗം AD കുഞ്ഞച്ചൻ, കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, സോഷ്യൽ ജസ്റ്റിസ് സെൽ, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി സീനിയർ സിവിൽ ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു.
മൗലികമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയുള്ള ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ള ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 ഇപ്രകാരം: No person shall be deprived of his life and personal liberty except according to procedure established by law. നിയമം അനുശാസിക്കുന്ന വിധത്തിലല്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും മറ്റ് ഒരു വ്യക്തിക്കും അവകാശമില്ല എന്നുള്ളതാണ്. അവിടെയാണ് നിയമത്തിന്റെ പ്രസക്തിയുള്ളത്. നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും നിയമം തുല്യമാണ്. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ RG അഭിലാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പൂജ സുരേഷ് ക്ലാസ് നയിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബിൻ, അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ് സോഷ്യൽ ജസ്റ്റിസ് സെൽ കൺവീനർ അസിസ്റ്റന്റ് പ്രൊഫസർ G ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലിംഗവിവേചനത്തിനെതിരെയും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ജെൻഡർ ക്യാമ്പയിനായ നയി ചേതന 3.0യുടെ മാന്നാർ CDS തല ഉദ്ഘാടനം നടന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം NRLM പദ്ധതിയുടെ ഭാഗമായി നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നയി ചേതന. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന CDS തല പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയിലൂടെയാണ് നമുക്ക് സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എവിടെ നിന്നും നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, ഇന്നിപ്പോൾ അംഗനവാടി തലം തൊട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഹൈക്കോടതി വരെ പോകാനുള്ള സ്നേഹിത സെല്ല് മുതൽ നമ്മുടെ ജാഗ്രതാ സമിതിയുണ്ട്, അംഗനവാടി തലത്തിൽ നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ വാർഡ് തലത്തിലുള്ള സമിതികൾ മുതൽ നമുക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാനുള്ള നിയമങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമുക്ക് അറിയപ്പെടാനും നമുക്ക് അതിനു വേണ്ടിയുള്ള പ്രചോദനം നൽകാനും ഒക്കെ സ്ത്രീകളുടേതായ പ്രശ്നങ്ങളും നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷാ മാർഗങ്ങളും ഒക്കെയുള്ള അവയർനെസ്സുകളൊക്കെ തന്നെ നമുക്ക് വിവിധ തരത്തിൽ പഞ്ചായത്തുകളിൽ നിന്ന് ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കുടുംബശ്രീ ഇന്ന് എത്ര ഉന്നതിയിലാണ് നിൽക്കുന്നതെന്ന് കുടുംബശ്രീ അംഗങ്ങളായ നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം കുടുംബശ്രീ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മളുടെ ഓരോ കയ്യൊപ്പും പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശരിക്കും നമ്മൾ അതിൻ്റെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. CDS ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് അധ്യക്ഷയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. നയി ചേതന പ്രോഗ്രാമിനെക്കുറിച്ച് കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ വിശദീകരണം നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CDS തല യോഗത്തിൽ പ്രതിജ്ഞ, പോസ്റ്റർ പ്രചാരണം എന്നിവ നടത്തി. CDS ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, ബാലസഭ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചങ്ങനാശ്ശേരി റീജിയണൽ ബിസിനസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി സ്വയം സിദ്ധ സംരംഭക വായ്പാ മേള സംഘടിപ്പിച്ചു. സ്വയം സിദ്ധ ക്രെഡിറ്റ് റീച്ച് 2024 എന്ന പേരിലായിരുന്നു പരിപാടി. ചങ്ങനാശ്ശേരി അരിക്കത്തിൽ കൺവെൻഷൻ സെന്ററിൽ ബുധനാഴ്ച രാവിലെ 11-ന് ആരംഭിച്ച വായ്പാമേള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം സർക്കിൾ മാനേജർ മൻമോഹൻ സ്വൈൻ ഉദ്ഘാടനം ചെയ്തു. Our bank always want to help, want to promote the women empowerment in our society. So in this direction, we are conducting this type of meeting in all area. Last 7 days back, we conducted similar type of program at Mavelikara. So thank you very much for coming to today's program from such a long distances, and in so many ladies member have come
today to attend this program. I am very happy. ഉദ്ഘാടന യോഗത്തിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് കുമാർ പത്ര അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി റീജിയണൽ മാനേജർ പി അനിത മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബശ്രീ അംഗങ്ങൾക്ക്, വനിതാ സംരംഭകർക്ക് 80,000 മുതൽ 10 ലക്ഷം വരെ വായ്പ നൽകുന്ന ഒരു സ്കീമാണ് സ്വയം സിദ്ധ സ്കീം. ഈ സ്കീമിൽ നമ്മൾക്ക് കാർഷികവും കാർഷികേതര ആയ സംരംഭങ്ങൾക്ക് ഈ സ്കീമിൽ നമ്മൾക്ക് വായ്പ ലഭ്യമാകുന്നതാണ്. ഈ നമ്മൾ കുടുംബശ്രീ അംഗം ആകണം എന്നുള്ളതാണ് മേജർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഈ സ്കീമിന് നമ്മൾക്ക് പ്രധാനമായി 1-2 പ്രത്യേകതകളുണ്ട്. ഒന്നെന്നാൽ നമ്മൾക്ക് ഈ പറഞ്ഞ 80,000 മുതൽ 10 ലക്ഷം വരെ ഉള്ള എമൗണ്ട് നമ്മൾക്ക് ഈ സ്കീമിൽ നമുക്ക് ലഭിക്കാവുന്നതാണ്. സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു സംരംഭക വായ്പാമേള സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ 1000-ഓളം സ്വയം സഹായ സംഘാംഗങ്ങൾ മേളയിൽ പങ്കെടുത്തു. സ്വയം സിദ്ധ സംരംഭക വായ്പയുടെ 250-ഓളം അനുമതി പത്രങ്ങൾ ഇവിടെ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ജില്ലാ സർഗ സമന്വയം സമാപിച്ചു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിൽ നടന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും സലാം MLA നിർവഹിച്ചു. ഓരോ കുട്ടികളും തങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സ്വയം പരിശീലിക്കപ്പെടുകയും ചെയ്യും. മത്സരമല്ലെങ്കിലും ഇവിടെ ഗ്രേഡ് ചെയ്യപ്പെടുന്ന കുട്ടികൾ 1-2 സ്ഥാനക്കാർ സംസ്ഥാനാടിസ്ഥാനത്തിലേക്കുള്ള ശില്പശാലയിലേക്ക് പങ്കെടുക്കാൻ യോഗ്യരാണ്. അവിടെയും പങ്കെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നേടിയതിനൊക്കെ ഒന്നുകൂടി നമുക്ക് നമ്മുടെ കഴിവിനെ മെച്ചപ്പെടുത്താൻ പറ്റും. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊരു പ്രധാന കാര്യമായി രക്ഷിതാക്കൾ കണക്കാക്കാത്തൊരു മേഖലയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഒരു കാലം, ഇന്നത്തെ ഒരു നാട്, ഈ കേരളം ഇന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യത്തിൽ കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ ഉള്ളൊരു പങ്ക് വളരെ വളരെ വലുതാണ്. അതൊരു സമൂഹത്തെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യത്തിൽ, സാമൂഹ്യമായ നമ്മുടെ നാട് പരിഷ്കരിക്കപ്പെട്ടു വരുന്ന വഴികളിലെല്ലാം സാഹിത്യത്തിലും കലയ്ക്കുമെല്ലാം വളരെ വളരെ വലിയ പ്രാധാന്യമുണ്ട്. ചടങ്ങിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശൻ, ആലപ്പുഴ SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ മാർക്കോസ്, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ശ്രീലേഖ മനോജ്, വിഷ്ണുപ്രിയ, ജോൺസൺ ജോസ് എന്നിവർ സംസാരിച്ചു. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 4ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ആലപ്പുഴ റോയൽ പാർക്ക് ഹോട്ടലിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരിടയിൽ തീരുന്നതല്ല. നമ്മുടെ മരണം വരെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ചട്ടക്കൂടുകളും മാറി മാറി വരുന്ന തീരുമാനങ്ങളും ഒക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നിങ്ങളെ മാത്രമല്ല, ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചും ഓരോ ദിവസവും വരുന്ന സർക്കുലറുകൾ നന്നായിട്ട് മനസ്സിലാക്കാതെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഏറ്റവും സുതാര്യമായിട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ സംവിധാനങ്ങളും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സുതാര്യമാകണം, ജനകീയമാകണം, ആർക്കും പരാതി ഉണ്ടാവാൻ പാടില്ല, അഴിമതി നടത്തിയെന്നുള്ള ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നിലവിലുണ്ടായിരുന്ന ചട്ടങ്ങളും നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ ഭേദഗതിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. കേരളത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വളരെ കൃത്യതയോടുകൂടി ഇക്കാര്യത്തിലൊക്കെ ഇടപെടുന്നയാളാണ്. രാവിലെ 10-ന് ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ റൺസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് NT മൈക്കിൾ അധ്യക്ഷനായി. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റൺസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ടൗൺ പ്ലാനർ KF ജോസഫ്, മുനിസിപ്പൽ എഞ്ചിനീയർ ഷിബു L നാൽപ്പാട്ട്, റൺസ്ഫെഡ് ജില്ലാ സെക്രട്ടറി A സിനി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചങ്ങനാശ്ശേരി പാറയിൽപ്പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ നവംബർ 29 മുതൽ ഡിസംബർ 15 വരെ ആഘോഷിക്കും. ഡിസംബർ 8-നാണ് പ്രധാന തിരുനാൾ. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷമായ തിരുക്കർമ്മങ്ങൾ, തിരുവചന പ്രഘോഷണങ്ങൾ, സമർപ്പണ ശുശ്രൂഷ,
ഭക്തിനിർഭരമായ പ്രദക്ഷിണങ്ങൾ എന്നിവയാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ. നവംബർ 29 മുതൽ ഡിസംബർ 7 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5:30-നും 7:15-നും 11:30-നും വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. വൈകുന്നേരം 4-ന് മധ്യസ്ഥ പ്രാർത്ഥന, 4:15-ന് വചന പ്രഘോഷണം, 5-ന് ആഘോഷമായ വിശുദ്ധ കുർബാന, 6 മണിക്ക് ജപമാല പ്രദക്ഷിണം എന്നിവ നടത്തും. ഡിസംബർ 1 ഞായറാഴ്ച വൈകുന്നേരം 4-നാണ് കൊടിയേറ്റ്. വികാരി ജനറലും റെക്ടറുമായ മോൺസിഞ്ഞൂർ മാത്യു ചങ്ങങ്കരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. കൊടിയേറ്റിന് മുൻപായി 3:45-ന് ഇടവകയിലെ വിവിധ വാർഡുകളിൽ നിന്ന് ജപമാല പ്രദക്ഷിണമായി വിശ്വാസികൾ പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ കാലത്ത് ഓരോ ദിവസവും പ്രത്യേക ദിനങ്ങളായി ആചരിക്കും. ഡിസംബർ 5-ന് വൈകുന്നേരം 7-ന് വിവിധ സംഘടനകളുടെ കലാസന്ധ്യയും ഡിസംബർ 6-ന് വൈകുന്നേരം 7-ന് സൺഡേ സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും ഉണ്ടായിരിക്കും. ഡിസംബർ 7-ന് രാവിലെ 5:15-ന് മാതാവിൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. വൈകുന്നേരം 5-ന് സുറിയാനി ഭാഷയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് 6-ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും നടത്തും. പ്രധാന തിരുനാൾ ദിനമായ ഡിസംബർ 8-ന് വൈകുന്നേരം 4:30-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം കുരിശുമൂട് കവലയിലേക്ക് പ്രദക്ഷിണം ആരംഭിക്കും. ഡിസംബർ 15-നാണ് കൊടിയിറക്ക് തിരുനാൾ. ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 29-ാം തീയതി നാളെ കഴിഞ്ഞ് പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ 7-ാം തീയതി വരെയുള്ള കർമ്മങ്ങൾക്ക് ഏതാണ്ട് ഒരു യൂണിഫോം നേച്ചറുണ്ട്. രാവിലെയും വൈകുന്നേരവുമായിട്ട് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നു. 6 മണിക്ക് നമ്മൾ ഒരു തീർത്ഥാടകര് 6 മണിക്ക് എല്ലാ ദിവസവും തന്നെ ഒരു ജപമാല പ്രദക്ഷിണമുണ്ട്. അത് നമ്മൾ അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടവകകളിൽ നിന്ന് ക്രമീകരിക്കപ്പെടുന്ന തീർത്ഥാടനങ്ങൾ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരിവിടെ വരാറുണ്ട്. അതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 7-ാം തീയതി വൈകുന്നേരം സാധാരണ നടക്കുന്നത് പോലെ കുരിശടിയിലേക്കുള്ള ഒരു പ്രദക്ഷിണം അത് ഇക്കൊല്ലവും പൂർവാധികം ഭംഗിയോടുകൂടെ നമ്മൾ നടത്തുന്നു. 8-ാം തീയതി രാവിലെ 5:30-ക്ക് കർമ്മങ്ങൾ ആരംഭിക്കും. ആദ്യത്തെ കുർബാന രാവിലെ 5:30-ക്ക്, പിന്നെ അത് 7:30-ക്കാണ്. പിന്നീട് ആ നോട്ടീസ് കാണുന്നത് പോലെ 9:30-ക്കും പിന്നെ 12:30-ക്ക്, 2:30-ക്ക്, വൈകുന്നേരം 4:30-ക്ക് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞൂർ മാത്യു ചങ്ങങ്കരി, പ്രൊക്കുറേറ്റർ ഫാദർ ചെറിയാൻ കാരിക്കൊമ്പിൽ, വികാരി ഫാദർ ജേക്കബ് വാരിക്കാട്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ടെജി പുതുവീട്ടിൽക്കളം, ഫാദർ ജിജോ മാറാട്ടുകളം, ഫാദർ നൈജിൽ തൊണ്ടിക്കാക്കുഴിയിൽ, കൈക്കാരന്മാരായ വിജി കുന്നിപ്പറമ്പിൽ, ജോസുകുട്ടി കുട്ടമ്പേരൂർ, മാത്യു ആലപ്പുറത്തുകാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ സംഭാൽ മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കൾക്കു നേരെ പോലീസ് സ്വീകരിച്ച നടപടിയിൽ SDPIയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ടൗണിലും പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലുമായിരുന്നു പ്രകടനവും ധർണയും. യുപിയിൽ പ്രതിഷേധ സമരം നടത്തിയ യുവാക്കൾ പോലീസിന്റെ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ SDPI ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രകടനത്തിനും ധർണയ്ക്കും പ്രസിഡന്റ് ഫൈസൽ, സെക്രട്ടറി സാജിദ് എന്നിവർ നേതൃത്വം നൽകി. തൃക്കുടുത്താനം, പായിപ്പാട്, വാഴപ്പള്ളി തുടങ്ങിയ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും SDPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. റഷീദ് കുന്നൻ, KA അൻസാരി, സജി മുസ്തഫ, നൌഷാദ് കൂനന്താനം, അൻസിൽ പായിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെന്റ് ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് വിജയവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12ാം ക്ലാസ് വിജയമാണ് യോഗ്യത. 6 മാസമാണ് കോഴ്സ് കാലാവധി. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന
SRC കമ്മ്യൂണിറ്റി കോളേജ് 2025 ജനുവരി സെഷനിൽ ആരംഭിക്കുന്ന 1 മാസം ദൈർഘ്യമുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓൺലൈൻ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ അനുബന്ധ മേഖലയിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഡിസംബർ 31. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള പരിമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാദകാവൽ തിരുനാൾ നവംബർ 29 മുതൽ ഡിസംബർ 3 വരെ ആചരിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നവംബർ 29 വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ഇടവക വികാരി ഫാദർ ബെനറ്റ് MV കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഡിസംബർ 3 വരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തിരുക്കർമ്മങ്ങൾ നടക്കും. ഡിസംബർ 1-ന് ഉച്ചയ്ക്ക് 12-ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് നടതുറക്കൽ, തിരുശേഷിപ്പ് പ്രദക്ഷിണം എന്നീ ചടങ്ങുകളും നടക്കും. തിരുശേഷിപ്പ് പരസ്യവണക്കത്തിനും ദർശനത്തിനും വിശ്വാസികൾക്ക് സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10:30-നാണ് ആഘോഷമായിട്ടുള്ള തിരുനാൾ ദിവ്യബലി നടക്കുന്നത്. തുടർന്ന് ഒരു 12 മണിയോടുകൂടി വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുശേഷിപ്പിന്റെ നട തുറക്കും. നട തുറന്ന് പള്ളിക്ക് ചുറ്റും തിരുശേഷിപ്പുമായിട്ടുള്ള പ്രദക്ഷിണമുണ്ട്, തിരുശേഷിപ്പിന്റെ വണക്കമുണ്ട്. വൈകിട്ട് 3 മണി മുതൽ അടിമ സമർപ്പണമുണ്ട്. അപ്പോൾ ഇത് 10 മണിക്ക് 12 മണിക്ക് നമ്മൾ തിരുശേഷിപ്പിന്റെ നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് 3-ാം തീയതി വരെ ആ തിരുശേഷിപ്പ് കാണുവാനും അതിനെ ചുംബിക്കുവാനും വണങ്ങുവാനുള്ള അവസരം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കും. തുടർന്ന് വൈകിട്ട് 6:30 ഇടവക ദിനാഘോഷം നടക്കും. അതിൻ്റെ അധ്യക്ഷത നമ്മുടെ വരക്കച്ചിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ പരിമല സെൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിൻ്റെ CEO ഫാദർ MC പൗലോസാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട്. തുടർന്ന് 2-ാം തീയതിയും വൈകുന്നേരം 5 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും വേസ്പരയും തുടർന്ന് പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനം 3-ാം തീയതിയാണ്. 3-ാം തീയതി രാവിലെ 10:30-നാണ് ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ സമൂഹബലി. ഡിസംബർ 3-ന് രാവിലെ 10:30-ന് തിരുനാൾ സമൂഹബലിക്കും വൈകിട്ട് 3-ന് സമാപന പ്രദക്ഷിണത്തിനും ശേഷം കൊടിയിറങ്ങും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബെനറ്റ് MV, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജിബി കെ ജോസ്, TM ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.